നമസ്കാരം. ഓം ഓം ഓം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം 3. ശന്തനുവും ഗംഗയും തമ്മിലുള്ള വിവാഹവും ശന്തനുവും സത്യവതിയും തമ്മിലുള്ള വിവാഹവുമൊക്കെയാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം. ഋഷിമാർ സൂതനോട് ചോദിക്കുന്നു, എങ്ങനെയാണ് സത്യവതി ശന്തനുവിൻ്റെ ഭാര്യയായി തീർന്നതെന്ന് ചോദിക്കുന്നു. ആ രാജാവ് എങ്ങനെയാണ്, പൂർവവംശത്തിൽ ജനിച്ച രാജാവ് എങ്ങനെയാണ് സത്യവതിയെ വിവാഹം ചെയ്തത്, അതുപോലെ ശന്തനുവിൻ്റെ പ്രഥമ പത്നി ആരായിരുന്നെന്നും അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. ചിത്രാംഗതനെയും വിചിത്രവീരനെയും രാജാവാക്കി വാഴിച്ചത് എന്തുകൊണ്ടാണ്? വളരെ ധർമ്മിഷ്ഠനും സുന്ദരനുമായ ഭീഷ്മരിക്ക് എങ്ങനെയാണ് അവർ രണ്ടുപേരും രാജാവായി തീർന്നത് എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ സത്യവതി എന്താണ് ഭീഷ്മർക്ക് രാജ്യം കൊടുക്കാത്തത്? വ്യാസൻ അധർമ്മം ചെയ്യാൻ കാരണം എന്താണ്? സഹോദര ഭാര്യമാരിൽ പുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കുന്നത് തെറ്റല്ലേ എന്ന് ഋഷിമാർ ചോദിക്കുന്നു. വ്യാസമുനി എന്തുകൊണ്ടാണ് സഹോദര പത്നിമാരെ കൈക്കൊണ്ടത്? ആ മുനി എങ്ങനെയാണ് ഈ കർമ്മം ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഈ കഥകളൊക്കെ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായെന്ന് സൂതനോട് ഋഷിമാർ പറയുന്നു. അപ്പോൾ സൂതൻ മറുപടി പറയുന്നത് എന്താണെന്ന് നോക്കാം. ശ്ലോകം 15. സൂത ഉവാച. ഇക്ഷ്വാകുവംശപ്രഭുവോ മഹാഭിഷ ഇതി സ്മൃതഃ സത്യവാൻ ധർമ്മശീലച്ഛ ചക്രവർത്തി നൃപോത്തമഃ. ഇക്ഷ്വാകുവംശത്തിൽ സത്യവാനും ധർമ്മശീലനും ചക്രവർത്തി തുല്യനും മഹാഭിഷനെന്ന് പ്രസിദ്ധനുമായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ശ്ലോകം 16. അശ്വമേധസഹസ്രേണ വാജപേയ ശതേന ച തോഷയാമാസ ദേവേന്ദ്രം സ്വർഗം പ്രാപ മഹാമതിം. അശ്വമേധങ്ങളും 100 വാജപേയങ്ങളും നടത്തിയ അദ്ദേഹം ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്തി സ്വർഗത്തിലെത്തി. ശ്ലോകം 17. ഏകദാ ബ്രഹ്മസദനം ഗതോ രാജാ മഹാഭിഷഃ സുരാ സർവേ സമാജഗ്മു സേവനാർത്ഥം പ്രജാപതിം. മഹാഭിഷ മഹാരാജാവ് ഒരിക്കൽ ബ്രഹ്മപ്രജാപതിയെ കണ്ടു വന്ദിക്കാൻ ബ്രഹ്മസഭയിലെത്തി. അപ്പോഴേക്കും സകല ദേവന്മാരും അദ്ദേഹത്തെ സേവിക്കാൻ അവിടെ എത്തിച്ചേർന്നു. ശ്ലോകം 18. ഗംഗാ മഹനദീ തത്ര സംസ്ഥിതാ സേവിതും വിഭും തസ്യാവാസ സമുദ്ധൂതം മാരുതേന തരസ്വിനാം. മഹാനദിയായ ഗംഗാദേവി വിഭുവായ ബ്രഹ്മാവിനെ സേവിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്നു. കരുത്തനായ കാറ്റ് വന്നവളുടെ ഉടുപുടവ ഉലച്ച് പറത്തി. ശ്ലോകം 19. അധോ മുഖാസുരാ സർവേ ന വിലോക്യൈവ താം സ്ഥിതാഃ രാജാ മഹാഭിഷസ്താം തു നിശങ്ക സമപശ്യതഃ. ദേവന്മാരെല്ലാം അവളെ നോക്കാതെ തലകുനിച്ചു നിൽപ്പായി. മഹാഭിഷ രാജാവാകട്ടെ സങ്കോചമില്ലാതെ അവളെ നോക്കിക്കൊണ്ടും നിന്നു. ശ്ലോകം 20. സാവിധം പ്രേമസംയുക്തം നൃപജ്ഞാതവതീ നദീ ദൃഷ്ട്വാദൗ പ്രേമസംയുക്തൗ നിർലജ്ജൗ കാമമോഹിതൗ. പ്രേമാവിഷ്ടനാണ് രാജാവെന്ന് കണ്ട് ആ നദീദേവിയും അദ്ദേഹത്തെ നോക്കി ഇങ്ങനെ പരസ്പര അനുരാഗത്താൽ നിർലജ്ജരും കാമാർത്തരുമായി തീർന്നു അവർ. 21, 22 ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം.
ശ്ലോകം 21. ബ്രഹ്മാചുകോപതൗ തൂർണം ശശാപ പരുഷാന്വിതഃ മർത്യലോകേഷു ഭൂപാല ജന്മപ്രാപ്യ പുനർദിവം. ശ്ലോകം 22. പുണ്യേന മഹദാവിഷ്ട സ്ത്വം അവാപ്സ്യസി സർവഥാ ഗംഗാം തഥോക്തവാൻ ബ്രഹ്മ വീക്ഷ്യ പ്രേമവതീം നൃപേം. വലിയ പുണ്യം ചെയ്തതിൻ്റെ ഫലമായി അങ്ങേക്ക് വീണ്ടും ദേവലോകം ശ്ലോകം 21 അർത്ഥം. ബ്രഹ്മാവ് കോപിച്ചു. ഉടൻ തന്നെ കോപത്തോടെ അവരെ ശപിക്കുകയും ചെയ്തു. രാജാവേ, മനുഷ്യലോകത്ത് ജനിച്ചിട്ട് വീണ്ടും ദേവലോകം വലിയ പുണ്യം ചെയ്തതിൻ്റെ ഫലമായി അങ്ങേക്ക് പ്രാപിക്കാം. രാജാവിൽ അനുരക്തയായി കണ്ട ഗംഗയോടും ബ്രഹ്മാവ് അങ്ങനെ തന്നെ പറഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.